അപ്പോൾ ഇന്ന് ശനിയാഴ്ചയായിട്ട് നമ്മൾ ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കാൻ പോവാണ്. എല്ലും കപ്പയും വേവിക്കാൻ പോവാം. അപ്പം കപ്പ എല്ലാം കൊത്തി നുറുക്കി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. വല്ല കട്ട ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി കേട്ടോ. നല്ല കപ്പയാണ്, കരിപ്പൊന്നുമില്ല. കിട്ടിയിട്ടുണ്ട്, നെയ്യൊക്കെയുള്ള എല്ലാമാണ്. അപ്പം കപ്പ ബിരിയാണിക്ക് പറ്റിയൊരു എല്ലാമാണ് കിട്ടിയേക്കുന്നത്. നല്ല നെയ്യോണം ഉള്ള വെള്ളം നല്ലോണം വെട്ടി കഴിക്കും. നമ്മൾ കപ്പ ബിരിയാണിക്കുള്ള അരപ്പ് റെഡിയാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പെരുംജീരകം, കരിവേപ്പില. ഇത് നമ്മൾ സാമ്പാറിനെല്ലാം വറുത്തെടുക്കുന്ന പോലെ നമുക്ക് നല്ലോണം വറുത്തെടുക്കാം. പൊടികൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാട്ടോ വറുത്ത് വെച്ചേക്കുന്നത്. പൊടിയെല്ലാം ഞാൻ വറുത്തിട്ടുണ്ട്. അതായത് മീറ്റ് മസാല, പിന്നെ ഗരം മസാല, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ നല്ലോണം ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. തണുക്കാൻ വേണ്ടി വെച്ചേക്കുക. നമ്മൾ ഇറച്ചി അടുപ്പിൽ വെച്ചത് ഉപ്പും കുരുമുളകും കുറച്ച് ഗരം മസാലയും മുളക് പൊടി ഇട്ടിട്ടാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചിട്ടിട്ട് ഇറച്ചി മാത്രം വേവിച്ചെടുക്കും. ആദ്യം നമ്മൾ വെളുത്തുള്ളിയും പുള്ളിയും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടാണ് തേങ്ങ ഇടുന്നത്. നമ്മൾ തേങ്ങയെല്ലാം വറുത്തെടുക്കുന്നത് ചുമന്ന് എന്താ പറയുക നല്ലോണം മുരിച്ചെടുത്തിട്ട് തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കരിവേപ്പില ഇതിലും തണുക്കുമ്പോൾ അരച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കാം. ബിരിയാണി ഏകദേശം ആകാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ല് വേവിച്ചത് മസാലപ്പൊടി വറുത്തതും കൂടി ഇതിലിട്ട് കപ്പ ഇവിടെ വെന്തിരിപ്പുണ്ട്. പിന്നെ നമ്മൾ വറുത്തരച്ച നമ്മുടെ ഇതുണ്ട് വെള്ളം കൂട്ടാണ്ട് അരച്ചെടുത്ത തേങ്ങ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇതിനകത്തോട്ട് അരപ്പിട്ട് കൊടുക്കുകയാണ് മിക്സിയിൽ. എന്നിട്ട് നമുക്ക് കപ്പയും കൂടി ഇട്ടിട്ട് അടച്ച് വെക്കാം. ഒന്ന് ആവി കയറുമ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇച്ചിരി ഇറച്ചിച്ചാറുണ്ട്, കപ്പയ്ക്ക് ആവശ്യം അത്. അപ്പോൾ നമ്മൾ കപ്പ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ്. നല്ല വെന്ത കപ്പയാണ്. അപ്പം നമ്മുടെ കപ്പയൊക്കെ ആയ ഇതിനകത്തോട്ട് കുറച്ച് പച്ച കരിവേപ്പില ഇടാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇറച്ചിയെല്ലാം അടിയിലാണ്, നല്ലോണം ഇളക്കണം. ഉള്ളിയിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ബിരിയാണി അല്ലേ, അതുകൊണ്ടാണ്. വെളിച്ചെണ്ണയും കൂടി ഇച്ചിരി ഒഴിക്കാം. നമ്മുടെ കപ്പ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്, നല്ല ചൂടുമാണ്. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് കേൾക്കൂല കേട്ടോ. നമ്മൾ കഴിക്കാൻ തുടങ്ങുമല്ലേ. വറുത്തരച്ച കപ്പ ബിരിയാണി സൂപ്പറാ, അടിപൊളി. വാഴയിലയും കൂടി വേണമായിരുന്നു. അപ്പോൾ ഇത് സുലൈമാനി കേട്ടോ. നമ്മുടെ നാരങ്ങ പിഴിഞ്ഞിട്ടുള്ള കട്ടൻ ചായ, പിന്നെ ഒരു മുളക്, നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് ഇതിനേതേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. ഇപ്പോൾ ശനിയാഴ്ചയായിട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് ഒരു അടിപൊളി കപ്പ ബിരിയാണി കേട്ടോ.